ഞാൻ ചേർത്തൊരു ചെറിയ സീക്വൻസിലേ ഉള്ളൂ പ്രശാന്ത്. പക്ഷെ അതിന് പോലും പ്രശാന്ത് കൊടുക്കണ ഒരു സിഗ്നേച്ചർ, അതിനകത്ത് ഒരു കുറിയൊക്കെ ഇട്ട് വേറൊരു ക്യാരക്ടറൊക്കെ കൊടുത്തു. അത് ത്രൂ ഔട്ട് ക്യാരക്ടർ ആയിരുന്നു. ടാലന്റ് കാരണം കുറച്ച് ടാലന്റ് കാരണം തൽക്കാലം 2 സീനിൽ അഭിനയിച്ച ഈ പടത്തിൽ ഇത്രയും മതി എന്ന് പറഞ്ഞു. താങ്കളുടെ സേവനം ഇത്രയും മതി. അതൊക്കെ മറ്റേ മോഡസ്റ്റി കൊണ്ട് പറയുന്നതാ. ഈ അടുത്ത് പ്രശാന്ത് ഡയറക്ട് ചെയ്ത പുരുഷപ്രേതം എന്ന് പറഞ്ഞ അടുത്തല്ല 2 കൊല്ലം ഇച്ചിരി ഒന്ന് ഭയപ്പെടുത്തി. 22 വർഷത്തെ ജീവിതത്തിൽ ആ 2 കൊല്ലം ഒരു ചെറിയ കാലമാണ്. എന്നോട് പറയുമ്പോൾ ആൾക്കാർ പറയണേ തിരയില് നന്നായിരുന്നു. തിര മാത്രമല്ലല്ലോ, ബാക്കി ഒരുപാട് പടങ്ങൾ നന്നായല്ലോ. അത് തന്നെ, അതൊക്കെ ഡ്രാമയിലെ മറ്റേ ഇതൊക്കെ നല്ല പഴകി. അല്ല, ഞങ്ങളുടെ റീസെന്റ് ടൈംസിൽ ഞങ്ങൾക്കിടയിലെ ഹീറോ സഞ്ജു ശിവറാമാണ് അല്ലേ? പിന്നെ സഞ്ജു ആണ് നമ്മുടെ ഹീറോ. ഹീറോ നമ്മുടെ വഴികാട്ടിയാണ്. വഴി എന്തായിരിക്കും ആലോചിച്ചത്. ആ വഴി പോവരുത്. അയ്യോ, ആ വഴി പോവാൻ വലിയ പാടാ. ആ വഴി എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തിൽ ഒരാൾക്ക് മാത്രമേ ആ വഴി തുറന്നു സമാന്തര വഴിയാണ്. ഇൻഡസ്ട്രി പുള്ളിക്ക് മാത്രം കൊടുത്തിട്ടുള്ള വഴിയാണ്. എല്ലാ കാര്യങ്ങളും ഇത്രയും മുൻകൂട്ടി കാണുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനു മുമ്പ് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നേരത്തെ കാലേ കൂട്ടി കണ്ട ഒരാളാണ്. അതിനനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ മുമ്പോട്ട് പോകുന്നതും കാര്യങ്ങൾ പോകുന്നതും. അതുകൊണ്ട് തന്നെ എനിക്ക് വളർച്ചയില്ല. അല്ല, അവരത് വളരാൻ ആഗ്രഹിക്കുന്നില്ല. വളരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്, താല്പര്യമില്ല. എനിക്ക് മതി. അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ ചെയ്താലും ഞാൻ ഒരു പടം ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് അത് അതിന്റെ വഴിക്ക് ഓടിയാൽ തന്നെ ധാരാളമാണ്. സത്യം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. സംഭവിക്കുന്നില്ലല്ലോ. പക്ഷെ ഞാൻ നല്ലത് പറയുമ്പോ നിങ്ങളെങ്കിലും നല്ലത് സംഭവിക്കും. ശ്രീനിയേട്ടന്റെ എല്ലാം ഏറ്റവും കൂടുതൽ കോൺ ഫിലിംസ് ആണ് ഏറ്റവും സക്സസ് ആയിട്ടുള്ളത്. ആ കോൺ ഫിലിംസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സക്സസ്ഫുൾ തിരക്കഥയാണ് ധ്യാൻ ശ്രീനിവാസൻ. ലൈഫ് തന്നെ ഗംഭീരമാണ്. നീ നിനക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.